ഗൈസ്, അപ്പൊ ഇലൈനാക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്താന്ന് കേട്ടു നോക്കിയാലോ? അപ്പൊ ഇലൈന പറഞ്ഞതുപോലെ തന്നെ ഇലൈനയുടെ അബ്ബയുടെ ബർത്ത്ഡേ ആട്ടോ നാളെ. അപ്പൊ നമുക്കൊരു കുട്ടി കേക്ക് മേടിക്കണം. അങ്ങനെ അതേ ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്പോട്ടായ ഗ്രാൻഡിലോട്ടാട്ടോ പോണത്. അപ്പോൾ പോകാനിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര വെയിലാണ്. ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഇങ്ങനെ കേട്ടോ. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ ഇതേപോലെ വെയിലും ചൂടുമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് ഗ്രാൻഡിലെത്തി. എവിടെ ചെന്നാലും പിന്നെ ഇലൈനാക്ക് കുറച്ച് കുട്ടി പർച്ചേസിങ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇലൈനാൻ അവിടുന്ന് ഞങ്ങൾ വലിച്ചോണ്ട് നേരെ കേക്കിൻ്റെ സെക്ഷനിലോട്ട് വന്നു. ഇടയ്ക്ക് ചിണുങ്ങലും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മൈൻഡ് ചെയ്യാനൊന്നും അതിനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ ദേ കേക്കിൻ്റെ സെക്ഷൻ എത്തി കേട്ടോ. ആൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഫ്ലേവർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എപ്പോഴും വൈറ്റ് ഫോറസ്റ്റ് നമ്മൾ കഴിക്കണതല്ലേ. ഈ പ്രാവശ്യം നമ്മൾ ബ്ലൂബെറി ആട്ടോ വാങ്ങിച്ചത്. എങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസിലോട്ടാട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ ഇലേന ചിണുങ്ങണതാട്ടോ നിങ്ങൾ ഈ കണ്ടത്. ആൾക്ക് നമ്മളെടുത്ത ബലൂൺ പറ്റൂല, ആളെടുത്ത ബലൂൺ തന്നെ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ ഇതേ സേമിയ പായസവും ഫിഷ് ബിരിയാണി ആട്ടോ ഉണ്ടാക്കണത്. അങ്ങനെ ഇത്താത്ത അടുക്കളയിൽ ഉണ്ടാക്കണ നേരം കൊണ്ട് ഞാനിവിടെ ബലൂണൊക്കെ വന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ബലൂണും വീർപ്പിച്ചു കേട്ടോ. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ആകെ 5-6 ബലൂണാട്ടോ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടത്തിൽ ഇലൈനയുടെ കുറച്ച് ടോയ്സും ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കവിടെ ഒട്ടിക്കാൻ മാത്രമേ ഉള്ളേ. അത് താത്തയും കൂടെ വന്നിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ഡെക്കോർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫിറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ കൂടെ ഒരു സൂചി പോലത്തെ ഒരു സാധനവും കൂടെ കിട്ടിയിട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കണത്, ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇലൈന ഉറങ്ങണ സമയം കൊണ്ടാട്ടോ ഇതൊക്കെ ചെയ്തതില്ലെങ്കിൽ ഇലൈന വന്ന് എല്ലാം വലിച്ചു വാരി ഇട്ടാലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഇലൈനക്ക് ബലൂണൊക്കെ വീർപ്പിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലൈന ഉറങ്ങിയ സമയത്താട്ടോ വേഗം ഇതൊക്കെ സെറ്റ് ചെയ്തത്. അങ്ങനെ ഇത്താത്തയും കൂടെ വന്നപ്പോഴത്തേക്കും നമുക്കിത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടോ. അങ്ങനെ ഇലൈന ഇവിടെ കുറേ ടോയ്സൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്രയും ഹൈറ്റ് എത്താത്തത് കൊണ്ട് തന്നെ ഇത്താത്തായിട്ട് അത് ഒട്ടിക്കണത് ഞാൻ വെറുതെ ഇങ്ങനെ പിടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യണ കാര്യം. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് എല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടോ. ഇനി നമുക്ക് ബർത്ത്ഡേക്കാരനെ വിളിക്കണം. ആൾ നല്ല ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്നാട്ടോ നമ്മൾ വിളിച്ചുകൊണ്ടും വരേണ്ടത് അല്ലേ. അപ്പോൾ ഇലൈന ഇവിടെ എൻ്റെ കൂടെ ഇരിക്കേണ്ടത്. ഞാൻ വോയിസ് കൊടുക്കണേ നോക്കിയാട്ടോ ഇലൈന ഇവിടെ ഇരിക്കണത് എന്തെന്നാണ് ഈ അൻസി കുഞ്ഞെ പറയണേന്ന്. അപ്പോൾ ഇലൈന അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എന്നെ കൂട്ടാണ്ട് നിങ്ങൾ ബലൂണൊക്കെ ഒട്ടിച്ചല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹാപ്പി തൂക്കിക്കഴിഞ്ഞിട്ട് ഇനി ബർത്ത്ഡേ ആട്ടോ സെറ്റ് ചെയ്യാൻ പോണത്. അങ്ങനെ ബർത്ത്ഡേ ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നെയ്ച്ചോറ് അവിടെ ആയിട്ടുണ്ട്. ഇനി മസാല ചേർത്ത് മിക്സ് ചെയ്താൽ മതിയല്ലോ, ബിരിയാണി ആകുമല്ലോ. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേയും കൂടെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അതും കൂടെ ഒട്ടിക്കണേ. അങ്ങനെ അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഫിനിഷായി. അങ്ങനെ പിന്നെ 2-3 ബലൂണും കൂടെ അതിൻ്റെ ഇടയിൽ ഒട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒട്ടിക്കണതിൻ്റെ ഇടയിൽ അതൊക്കെ ഇടക്കിടക്ക് വിട്ടൊക്കെ പോകണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒട്ടിച്ച് അങ്ങനെ ഇങ്ങനെ ആട്ടോ നമ്മളിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തേക്കണത്. വലിയ ഇതൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബർത്ത്ഡേക്കാരന് നമ്മൾ ഉറക്കത്തീന്ന് വിളിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ. അങ്ങനെ എണീറ്റ് വന്നപ്പോൾ തന്നെ ആൾക്കൊരു മുട്ടൻ പണിയാട്ടോ കിട്ടിയത്. കേർട്ടനിൽ നിന്ന് ഇങ്ങോട്ട് പോകാനുണ്ടായിരുന്നില്ല. അങ്ങനെ കർട്ടനൊക്കെ മാറ്റിക്കൊടുത്ത് ബർത്ത്ഡേക്കാരൻ കണ്ണൊക്കെ പൊത്തി വന്നെ കേട്ടോ. അങ്ങനെ ഇത് കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരിക്കും? ആള് നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്. എന്നാലും നിങ്ങളിങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ. പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരണേൻ്റെ ഒരു ഇത് പെട്ടെന്ന് കണ്ടതിൻ്റെ ഒരു ഇതും എന്തുന്നാ നിങ്ങൾ ഈ ചെയ്ത് വെച്ചേക്കണേന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പറയണത് ഞങ്ങളോട്. എന്നാലും ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ ആൾ കുളിക്കാനൊക്കെ പോയി കുളിച്ചൊക്കെ വന്ന് ഫോണൊക്കെ നോക്കിയിരിക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്ത് അങ്ങനെ വന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസ് സേമിയ പായസം കേട്ടോ കൊടുത്തത്. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ഇലൈനയുടെ അബ്ബയും കൂടെ ആട്ടോ കേക്ക് കട്ട് ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പാടി അങ്ങനെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് നല്ല കേക്കായിരുന്നു കേട്ടോ. നല്ല ബ്ലൂബെറിയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ബൈറ്റ് ഇലൈനാക്ക് കൊടുത്തുട്ടോ. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്കൊക്കെ ഇതാക്കി ലാസ്റ്റ് ഇലൈനാനോട് പറഞ്ഞ് ഇലൈന കേക്ക് കൊടുക്കുക. അപ്പോൾ ഇലൈനാക്ക് പറ്റൂല. കേക്കിൻ്റെ ആ ഒരു ക്രീമിനൊരു
ഇതുണ്ടല്ലോ, ഒരു വളവളു ടെക്സ്ചർ. അപ്പോൾ ഇലൈനക്ക് അത് പിടിക്കാനായിട്ട് പറ്റണില്ല. അങ്ങനെ ഇലൈന കൊടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊക്കെ കേക്ക് തന്ന് അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചു. കേക്ക് നല്ല കേക്കായിരുന്നു. ലാസ്റ്റ് പറഞ്ഞ് ഇലൈന അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ആൾക്കും ഇഷ്ടമായി, ഞങ്ങൾക്കും ഇഷ്ടമായിട്ട് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പം